السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. വേദിയിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അനന്തവിസ്തൃതമായ ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി ജീവജാലങ്ങൾക്കിടയിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ പോലും പഠിക്കുവാനും വിലയിരുത്തുവാനും തൻ്റെ ചുറ്റുവട്ടത്തുള്ള ജീവജാലങ്ങളെ തൻ്റെ വരുതിയിൽ നിർത്തുവാനും കഴിവുള്ള ഏകജീവി എന്ന ബഹുമതി മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ആരാണ് മനുഷ്യൻ? നാം ഈ കാണുന്ന, നാം അംഗീകരിക്കുന്ന ഈ വ്യക്തിത്വത്തിനപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ നാം ആരായിരുന്നു? ഇന്ന് നമ്മൾ ആരാണ്? നാളെ നമ്മൾ ആരായിത്തീരും? ഈ ജീവിതത്തിന് വല്ല അർത്ഥവും വല്ല ലക്ഷ്യവും ഉണ്ടോ എന്ന ഗൗരവകരമായ ചർച്ച. മനുഷ്യനെല്ലാം മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് പിന്നീട് ഒരിക്കലും അതിജയിക്കാത്ത വിധം നുരുമ്പി എല്ലുകളായി മണ്ണിൻ്റെ ഭാഗമായി തീരുമോ? അതല്ല, മണ്ണിൽ നിന്ന് ആരംഭിച്ച് മണ്ണിലേക്ക് തന്നെ ചെന്ന് മണ്ണിൽ നിന്ന് തന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന രക്ഷാശിക്ഷകളുടെ ഒരു വേദിയുണ്ടോ? ഈ ഒരു ചർച്ച മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന ചർച്ചയാണ്. നമ്മൾക്കിന്ന് മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം, നമ്മുടെ കേരളത്തിലെ മത സമൂഹങ്ങൾക്കിടയിൽ ധാരാളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ധാരാളക്കണക്കിന് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തലക്കെട്ട് എന്തുകൊണ്ടാണ് പുതുമയോടെ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ
ഈ വിഷയത്തിൻ്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്നത് ഖുർആനിൻ്റെ ആശയമാണ്. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പും കൂടെ ഖുർആൻ പറയുന്നു. അപ്പോൾ മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എത്തുന്നതുവരെയുള്ള വളരെ പ്രധാനമായ ജീവിത രംഗങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കായിക വിനോദം നടക്കുന്നതിനിടയിലാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും യുവാക്കളാണ്. അത് വലിയ സന്തോഷകരമായ കാര്യമാണ്. യൗവനം അത് ചരിത്രത്തിൻ്റെ തീജ്വാലയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. യുവത്വം അത് വളരെ പ്രധാനമായ ഒരു പ്രശ്നമാണ്. ആ യുവത്വം എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതും ആ യുവത്വം എവിടെ ചെലവഴിക്കപ്പെടുന്നു എന്നതും വളരെ പ്രധാനമായ ഒരു സബ്ജക്റ്റാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുവത്വം അവമതിക്കപ്പെടുകയും ചവിട്ടിമതിക്കപ്പെടുകയും എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം യൗവനം മയക്കുമരുന്നുകളുടെ നീരാളി ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ആധുനിക യുഗത്തിൽ ചിന്തിക്കാൻ, പഠിക്കാൻ, ഗവേഷണം നടത്താൻ, ആലോചിക്കാൻ, പരിപ്രേഷണം നടത്താൻ കെൽപ്പുറ്റ യുവതലമുറ നശിച്ചു പോകുന്നത് എന്തുകൊണ്ട് എന്ന ഗൗരവകരമായ ചിന്തയിൽ നിന്നും യുവാക്കളെയും യുവതികളെയും വീണ്ടും തിരിച്ചു വിളിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യുവാക്കളെ, ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ജീവിതത്തിന് പരിമിതമായ ലക്ഷ്യമാണ് അവരുടെ മുമ്പിലുള്ളത്. നന്നായി ഡ്രസ്സ് ധരിക്കണം, നന്നായി ഹെയർ സ്റ്റൈൽ ശരിയാക്കണം, അതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം, എന്നിട്ട് മുഖം മനോഹരമാക്കണം, തിരക്കേടില്ല എന്ന് ആളുകൾ പറയണം. അതിലുപരി ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളൊന്നും ആധുനിക യുവസമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മനുഷ്യനെ കുറിച്ചാണ് നാം ആദ്യം പറയും. ആരായിരുന്നു മനുഷ്യൻ? ഇന്ന് നമ്മൾ ആരാണ്? ഇന്ന് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അഡ്രസ് ഉള്ളവരാണ്. ഇന്നിടത്ത് ഇന്ന ആളുടെ മകനാണ്, ഇന്നിടത്ത് ഇന്ന ആളുടെ മകനാണ്, മകളാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു അഡ്രസ് ഉണ്ട്. ആ സ്ത്രീ ആരാ? അത് ഇന്നിടത്ത് ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്നിടത്ത് ഇന്ന ആളുടെ ഉമ്മയാണ്, അല്ലേ? അത് ഇന്നിടത്ത് ഇന്ന ആളുടെ മകളാണ്, സഹോദരിയാണ്. എല്ലാം നമുക്കിന്ന് പറയാം, അല്ലേ? ഇതൊന്നും അല്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ആരുമല്ലാത്തൊരവസ്ഥ, ഈ മണ്ണിന്റെ ഭാഗമായിരുന്നൊരവസ്ഥ, അല്ലേ? ഈ മണ്ണിന്റെ ഭാഗമായിരുന്നൊരവസ്ഥ. മണ്ണിൽ നിന്ന് മണ്ണിലേക്കുള്ള ആദം മക്കളുടെ, ആദം സന്തതികളുടെ പ്രയാണത്തെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു മേഖല, മനുഷ്യനെ കുറിച്ച് ഗഹനമായ പഠനം, അഗാധമായി സ്പർശിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ, ഹദീസുകളിലൂടെ മനുഷ്യനെ വിലയിരുത്തിയത്, ലോകത്തെ ഒരു ദർശനങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും കാഴ്ചവെക്കാനാവാത്ത വളരെ ശ്രദ്ധേയമായ ആദർശങ്ങൾ മനുഷ്യനെ കുറിച്ച് പഠിപ്പിച്ച മതം. മനുഷ്യരെ, ഇതാ കാലാന്തരേണ ധന്യന്തരേണ ലോക ചരിത്രങ്ങളിൽ, ഇതപര്യന്തമുള്ള ചരിത്രങ്ങളിൽ മാറി മാറി വന്ന സംസ്കാരങ്ങളുടെ, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, റോമൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ലോക നാഗരികതകളിൽ മാറി മാറി വന്ന മനുഷ്യ ചരിത്രത്തിന്റെ ഉദ്ധാന പതനങ്ങൾ, ഇതെല്ലാം വിലയിരുത്തുമ്പോൾ മനുഷ്യനെന്ന അടിസ്ഥാനപരമായ അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടി, അല്ലേ? വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം നബിയുടെ മക്കൾ, അവരെ അള്ളാഹു ആദരിച്ചു. ഏത് രാജ്യ പ്രശ്നങ്ങൾ ഇതിലില്ല, ഭാഷയുടെ, വർഗത്തിന്റെ, വർണ്ണവെറിയുടെ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ യാതൊന്നുമില്ല, അല്ലേ? അങ്ങനെയൊന്നും നമുക്കിടയിലില്ല. ആ ഉച്ചനീചത്വങ്ങളിൽ നിന്നെല്ലാം, അല്ലേ? ഇന്ന റബ്ബുക്കും വാഹിദ്, ഇന്ന അബാക്കും വാഹിദ്, കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. ആദം മണ്ണിൽ നിന്നാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്നാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്. മനുഷ്യരെല്ലാം, അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ.
സൂറത്ത് നിസായിലെ 1-ാമത്തെ വചനമാണ്, 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനമാണ്. മനുഷ്യരെ, ഒരാത്മാവിന്റെ, ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്ന പോലെ ഒരാത്മാവിന്റെ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരേ ആത്മാവിന്റെ ഭാഗങ്ങളാണ് സ്ത്രീ പുരുഷന്മാരെല്ലാം. പിന്നെയോ ലോകത്ത് അതിൽ നിന്നാണ് മനുഷ്യരെല്ലാം വ്യാപിച്ചത്, അല്ലേ? അതിൽ നിന്നാണ് ഈ കാണുന്ന സ്ത്രീ പുരുഷന്മാരെല്ലാം. കുരങ്ങിൽ നിന്നല്ല, മനുഷ്യന് സ്വതന്ത്രമായ സൃഷ്ടിയാണ് എന്ന് സൂറത്ത് നിസായിലൂടെ അള്ളാഹു പറയും. എല്ലാ ജീവവർഗങ്ങളെയും ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദ്. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 36-ാമത്തെ സൂക്തമാണ്, അല്ലേ? എല്ലാ ജീവവർഗങ്ങളെയും ഇണകളായി സൃഷ്ടിച്ചു. നാം ഇന്നലകളിലേക്ക് യാത്ര തിരിച്ചാൽ ഇന്ന് നമ്മുടെ 50 വയസ്സുള്ള ആളുകൾ, 40 വയസ്സുള്ള ആളുകൾ, 15 വയസ്സുള്ള ആളുകൾ, 28 വയസ്സുള്ള ആളുകൾ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ നമ്മൾ ഒന്നും ആയിരുന്നില്ല, അല്ലേ? നമ്മുടെ ബാപ്പയും ഉമ്മയും വിവാഹിതരാകുന്നതിന് മുമ്പ്, അവരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമി മാത്രമുണ്ടായിരുന്നൊരു കാലഘട്ടം, അല്ലേ? അമ്പിയാക്കൾക്കപ്പുറത്ത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനപ്പുറത്ത് ഈ മണ്ണ് അത് കളിച്ചു മറിക്കാത്തൊരവസ്ഥയിൽ, അല്ലേ? കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുള്ള ഈ മണ്ണ്, ആരും പിടിക്കാത്ത, ഒരു മുക്കുവനാലും വേട്ടയാടപ്പെടാത്ത മത്സ്യങ്ങൾ യഥേഷ്ടം സഞ്ചരിച്ച കടല്, അല്ലേ? അതായിരുന്നു ഈ പ്രപഞ്ചം. സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ അതിന്റെ നിലാവലകൾ പൊഴിക്കുന്നു, കാർമേഘക്കീറുകളിൽ നിന്ന് കുത്തിച്ചൊലിക്കുന്ന മഴ വരുന്നു. അങ്ങനെ പ്രകൃതി, ഭൂമി എല്ലാ അർത്ഥത്തിലും ധന്യമായിരുന്നു. അന്ന് മനുഷ്യന്റെ പാദസ്പർശമേറ്റിട്ടില്ല ഈ മണ്ണിൽ. ആദം നബി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവന്, അല്ലേ? അതാണ് ഖുർആനിന്റെ പ്രയോഗം. സ്വർഗത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആധികാരികമായി, ആത്യന്തികമായി നമ്മൾ പറയുന്നുവെങ്കിലും മനുഷ്യനെ, ആദമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കും. അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. അതുകൊണ്ടാണല്ലോ മലക്കുകളുമായി അല്ലാഹു ആദ്യം ചർച്ച നടത്തിയത്. വൈദകാല റബ്ബുകലിൽ മലായികതി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. സ്വർഗത്തിലൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നല്ല, ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു. അപ്പൊ ഭൂമിയിലാണ് ഖലീഫ വരുന്നത്. അതിനു വേണ്ടിയാണ് ആദമിനെ സൃഷ്ടിച്ചത്. പിന്നെ എന്തിനാ സ്വർഗലോകത്ത് താമസിപ്പിച്ചത്? അത് ജീവിതത്തിലെ ഒരു പരീക്ഷണമായിട്ടാണ്. അങ്ങനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു ആദമിനെ. അന്ന് മലക്കുകൾ ചർച്ച ചെയ്ത വളരെ പ്രധാനമായ ഒരു വിഷയമുണ്ട്. അതെന്താ? ആരെയാണ് പടച്ചോനെ നീ സൃഷ്ടിക്കാൻ പോണത്? വൈദകാല റബ്ബുകലിൽ മലായികതി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ ഖാലൂ വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന അടിസ്ഥാനം അതാണ്. മനുഷ്യരുടെ ഇന്നലകളുടെ ചരിത്രം, രക്തപങ്കിലമായ ഈ മണ്ണ്, ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, ബോസ്നിയയുടെ, ചെച്ചനിയയുടെ, അഫ്ഗാനിസ്ഥാന്റെ, കാശ്മീരിന്റെ, ഗുജറാത്തിന്റെ, മാറാടിന്റെ, പൂനാടിന്റെ, ലോകത്തെവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടായോ അവിടെയെല്ലാമുള്ള മണ്ണ് അത് രക്തപങ്കിലമായി, അല്ലേ? ഒടാനുകൂടി മനുഷ്യരുടെ രക്തക്കറ പുരണ്ട ഒരുപാട് രാഷ്ട്രനായകന്മാർ കബന്ധങ്ങളുടെ മേലിൽ സിംഹാസനം പടുത്ത് വാഴുന്ന സ്വച്ഛാധിപതികളായി ജീവിക്കുന്ന ആധുനിക ലോകത്ത് മനുഷ്യത്വം മരവിച്ചു പോയ കരുണയും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും സഹവർത്തിത്വവും അതെല്ലാം നഷ്ടപ്പെട്ടു പോയ ആധുനിക മനുഷ്യന്റെ മുമ്പിൽ മണ്ണിലേക്കുള്ള ഒരു യാത്ര, മണ്ണിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര, മണ്ണിലേക്ക് മടക്കപ്പെടുന്നൊരു യാത്ര, കറുത്ത വണ്ടുകൾക്ക്, പുഴുക്കൾക്ക് കാർന്നു തിന്നാനുള്ള മണ്ണിന്റെ ലവണങ്ങളായി, മൂലകങ്ങളായി, മണ്ണിന്റെ ഭാഗമായി തീരുന്ന ഈ ഭൗതിക ജഡം, ഈ ശരീരം, ഈ ബോഡി, നമ്മൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ ബോഡി, ആ ബോഡി മണ്ണിന്റെ ഭാഗമായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? അവിടുന്ന് തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ സൂറത്ത് ഇൻസാനിൽ, സൂറത്ത് ദഹറിൽ, സൂറത്ത് ദഹർ 76-ാം അധ്യായമാണ്. കാലം എന്ന അർത്ഥത്തിലും ഇൻസാൻ എന്ന അർത്ഥത്തിലും മനുഷ്യൻ എന്ന് പറയുന്ന അധ്യായം. മനുഷ്യരെ, പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? സത്യല്ലേ? പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. നമുക്കെല്ലാവർക്കുമുണ്ട് പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ. അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നൊരവസ്ഥ, അല്ലേ? അങ്ങനെയൊക്കെ ജീവിച്ച ആ ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനെ സംബന്ധിച്ചാണ് മനുഷ്യരെ മിശ്രിതമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പുരുഷന്റെ ബീജം 200 കോടി ബീജഗണം, അതിൽ ലക്ഷണമൊത്ത ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേരും, അല്ലേ?
ലം യകുൻ തുഫതം മിൻ മനിയ്യിംനാ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ കോടിക്കണക്കിന് ബീജഗണങ്ങളിലെ ഒരൊറ്റ ബീജമായിരുന്നില്ലേ മനുഷ്യ എന്ന് സൂറത്ത് ഖിയാമയിൽ 75-ാം അധ്യായം 37-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു ചോദിക്കുന്ന അങ്ങനെയുള്ള ഒരവസ്ഥ. അതെ, പുരുഷന്റെയും സ്ത്രീയുടെയും രണ്ട് സ്കലിതങ്ങളാൽ, രണ്ട് ഇന്ദ്രിയങ്ങളാൽ ചേർക്കപ്പെട്ട് അവിടെ നിന്ന് വളർന്നു വന്ന ഈ മനുഷ്യൻ എന്ന മഹാപ്രതിഭാസം, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ 3 ഇരുട്ടറകൾക്കുള്ളിൽ അള്ളാഹു കൊണ്ടുപോയി വെച്ച ഈ ബീജഗണം, നിസ്സാരമായ ഈ ബീജഗണം, അതാ അങ്ങളും ഞാനും അല്ലേ. ഒരാലിന്റെ കുരു അരയാൽ ഇര അവിലസ്പന്ദനം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൽമരത്തിന്റെ കുരു എടുത്തിട്ട് അത് സെന്ററിലൂടെ കീറിയാൽ വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ കടുകുമണിയേക്കാൾ ചെറിയ പിന്നെ കുരു കാണാം, വളരെ ചെറിയ. അതിൽ നിന്നാണ് പടർന്നു പന്തലിച്ച് ഈ കാണുന്ന മഹാവൃക്ഷമുണ്ടാകുന്നത്. അതുപോലെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. ശരിക്കും അതാണ്, ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. മണ്ണിലെ ചെടികൾ അത് മുളച്ച് അതിൽ നിന്ന് ഭൂമിയുടെ ലവണങ്ങൾ വലിച്ചെടുത്ത്, അതിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത്, അതിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിലൂടെയാണ് ഇന്ദ്രിയൻ രൂപപ്പെടുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മണ്ണാണ്. അതുകൊണ്ടാണ് സൂറത്തു താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാം അധ്യായം 55-ാമത്തെ സൂക്തത്ത് പറയാ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്നല്ലയോ മനുഷ്യരെ നിങ്ങൾ, ആ മണ്ണിലേക്ക് തന്നെയല്ലയോ നിങ്ങൾ മടക്കപ്പെടുന്നതും, പിന്നെയോ അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, അതിൽ നിന്നാണ് ഈ ടൈറ്റിൽ സ്വീകരിച്ചത്, അല്ലാതെ ഇങ്ങനെ കിടന്ന് ആലോചിച്ച് കിട്ടിയൊരു വിഷയമല്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, അത്രേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. അതിന്റെ 3-ാമത്തെ ഭാഗം നമ്മൾ പിന്നേക്ക് വെച്ചതാ. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്. നിങ്ങൾ മണ്ണിൽ നിന്നല്ലയോ വീണ്ടും മണ്ണിലേക്കല്ലയോ എന്ന ഖുർആനിന്റെ ചോദ്യം. ഇവിടെ സൂറത്ത് നൂഹിൽ 71-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു വാചകം, വളരെ ഗൗരവമായ ഒരു വിഷയം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിച്ച പ്രബോധനത്തിന്റെ കാതലായ വശം, ആ കാതലായ വശത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം, അല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. മനുഷ്യരെ നിങ്ങളുടെ ഭൂമിയിൽ നിന്നൊരു മുളപ്പിച്ചില്ലയോ? എന്താ ഗൗരവമായ ചോദ്യം. നമ്മൾ ഈ ആയത്തൊക്കെ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്, പക്ഷെ നമ്മളായി ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? അതാണ് അള്ളാഹിന്റെ ചോദ്യം. അല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. മനുഷ്യരെ, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിച്ചില്ലയോ? മനുഷ്യരെ, ഭൂമിയിൽ നിന്ന് നമ്മളെ അള്ളാഹു ഒരു മുളപ്പിച്ചു. എന്താ പറഞ്ഞതിനർത്ഥം? ഇപ്പൊ നമ്മള് പിന്നെ ക്രിക്കറ്റ് പിച്ചും ഫുട്ബോൾ ഗ്രൗണ്ടും വോളിബോൾ ഗ്രൗണ്ടും ഒക്കെ കണ്ടിട്ടുണ്ട്, കളിച്ചിട്ടുമുണ്ട് അല്ലേ? ആ ഗ്രൗണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അതിനടിയിൽ എന്തെങ്കിലും ഒരു ചെടി ഉണ്ടോ? നമുക്കറിയില്ല. അത് കൊത്തിമറിച്ചാൽ പോലും കാണാൻ കഴിയോ? ഇല്ല. പക്ഷേ മഴ വർഷിച്ചാൽ, ഒരു മഴ പെയ്താൽ ഭൂമി വളർന്ന് ആ ഭൂമിയിൽ നിന്ന് ചെടികൾ ഇങ്ങനെ പുറത്തേക്ക് വരും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അബസയിൽ ഒരു ചോദ്യം, സൂറത്ത് അബസയുടെ മധ്യഭാഗം 80-ാം അധ്യായം അതിന്റെ മധ്യഭാഗത്ത് അല്ലാഹു ചോദിക്കാൻ, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കും ഭക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا. ഭൂമിയെ ഒരു പിളർത്തി, എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളപൊട്ടി വന്നു. അതുപോലെ അല്ല പറയാണെന്ത്, ഇതുപോലെയാണ് മനുഷ്യനുണ്ടല്ലോ. മനുഷ്യനിങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ മരിച്ചു കിടന്ന് മണ്ണോട് മണ്ണായി, ആ മണ്ണിന്റെ ഭാഗമായി തീർന്ന മനുഷ്യൻ, ആ മനുഷ്യനെ വീണ്ടും ഒരു മഴ പെയ്യിപ്പിക്കുന്നത് സസ്യങ്ങളെ മുളപ്പിക്കുന്ന പോലെ അള്ളാഹു വീണ്ടും മുളപ്പിക്കുന്നതാണ്. അള്ളാഹു വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് അല്ലെ? ആ നിലക്കാണ് കദാലികൽ ഖുറൂജ്, അപ്രകാരമാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഒരു ചെടി മുളച്ചു വരുന്നത് പോലെ, ഒരു സസ്യം മുളച്ചു വരുന്നത് പോലെ അതിന്റെ കതിരുകൾ വളർന്ന് അത് തളിർത്ത് മനോഹരമായ ഇതളുകളായി, പിന്നെ അത് പുഷ്പങ്ങളായി, കായ്കളായി, ആ കായ്കളൊക്കെ നശിച്ച്
ഉണങ്ങി വരണ്ട് മഞ്ഞക്കതിരായി ഭൂമിയിൽ അങ്ങ് അവശേഷിച്ചതിന് ശേഷം ഒരു മഴ പെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ കദാലിക്കൽ ഖുറൂജ്, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ? അങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരിക്കലും നശിക്കാത്ത മനുഷ്യന്റെ ആ പിന്നെ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ തായ്ഭാഗത്ത് ഊരഭാഗത്ത് ഒരിക്കലും നശിക്കാത്ത ഒരു വിത്തിനെ അള്ളാഹു അവശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ മണ്ണിൽ. അത് തെരഞ്ഞെടുന്നാൽ കാണൂല. അതിൽ നിന്ന് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും മനുഷ്യനെ. അങ്ങനെ മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഖുർആൻ, വേദഗ്രന്ഥങ്ങൾ അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. എന്നിട്ട് അല്ലാഹു പറ, പിന്നെ അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കുകയും അതിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തു നൂഹ് 17 മുതൽ 20 വരെയുള്ള വചനമാണ്. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ ലിതസ്ലുഖൂ മിൻഹാ സുബലം ഫിജാജാ. എന്നിട്ടോ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നു. ഭൂമിയെ നിങ്ങൾക്ക് അള്ളാഹു ഒരു വിരിപ്പാക്കി തന്നു. പിന്നെയോ അതിൽ തന്നെയുള്ള വിസ്താരമുള്ള പാതകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു. ഇവിടെ ആദ്യം പറയുന്നത് മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചു എന്നാണ്. നമ്മളൊക്കെ ഈ മണ്ണിന്റെ ഭാഗമായി ഈ മണ്ണിന്റെ ഭാഗമായി ലയിച്ചു ചേർന്നു. അത് ഭക്ഷണം കഴിച്ച് നമ്മുടെ വാരിയെല്ലിന്റെയും മുതുകല്ലിന്റെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ അത് ഇന്ദ്രിയമായി രൂപപ്പെട്ടു. അതിനെ സംബന്ധിച്ച് അള്ളാഹു ഒരിടത്ത് പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാഇൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. ഖുർആനിലെ 86-ാം അധ്യായം 5, 6, 7 സൂക്തങ്ങളാണ്. അവിടെ അള്ളാഹു പറയുന്നു, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ. അല്ല മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ചോദ്യം. നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായത്. ഇവിടെ വളരെ പ്രധാനമായ ഒരു ശാസ്ത്രീയ സത്യമാണ് അള്ളാഹു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെടുന്ന പുരുഷ ബീജമാണ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തമൊന്നുമില്ല. ഇപ്പം മരുമോള് 5 പെൺകുട്ടികളെ പ്രസവിച്ചാൽ അമ്മായി കുറ്റം പറയാതെ മരുമോളയാണ് അല്ലേ? ഉമ്മ കുറ്റം പറയാ, ഭർത്താവിന്റെ ഉമ്മ കുറ്റം പറയാ മരുമോളയാണ്. പെൺകുട്ടികളെ തന്നെ പെറ്റുകൂട്ടുന്നു എന്നാ കുറ്റം മോൻ്റെതാണ് അള്ളാഹ് പറയാൻ. അതാണ് അള്ളാഹു പറയും, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി സ്ത്രീയുടേതല്ല, പുരുഷന്റേതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എംബ്രിയോളജി ഇന്ന് ഡെവലപ്പ് ചെയ്ത ഒരു നൂറ്റാണ്ടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അതൊന്നില്ലാത്ത കാലത്ത് 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി അള്ളാഹു കൂട്ടിച്ചേർത്തു. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ചില വചനങ്ങൾ നമ്മൾ ശരിക്ക് പരിശോധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യനോട് ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ ഇത്ര നിസാരമായ. എന്നിട്ട് അള്ളാഹു പറയുന്നു യഖ്റുജു. ഈ യഖ്റുജു എന്ന പദം അത് പുറപ്പെടുന്നു അല്ലെങ്കിൽ അവൻ പുറപ്പെടുന്നു എന്നും, ആ കുട്ടി ജനിക്കാൻ പോകുന്ന ഇത് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായി, മുതുകല്ലുകളുടെയും നെഞ്ചല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്നും ആ ഇന്ദ്രിയം പ്രവഹിക്കുന്നു അല്ലേ? അങ്ങനെ കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജം മണ്ഡവുമായി കൂടിച്ചേരും. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദഅതൻ ഫഖലഖനൽ മുദഅത ഇലാമാ ഫഖസൗനൽ ഇലാമ ലഹ്മാ. വിശുദ്ധ ഖുർആനിലെ ഈ പദമൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഓതിപ്പതിഞ്ഞിട്ടുള്ള സൂറത്ത് മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള വചനമാണ്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തിൽ നിന്ന്. അതുകൊണ്ടാണ് മണ്ണിന്റെ വികാരം മനുഷ്യനിൽ, ദാഹം, കോപം, ക്രോധം, കാമം, ഇതൊക്കെ മണ്ണിന്റെ വികാരങ്ങളാണ്. മണ്ണിന്റെയും ആത്മാവിന്റെയും സംഗമമാണ് മനുഷ്യൻ. മണ്ണിന്റെ ഗുണം, ആത്മാവിന്റെ ചൈതന്യം. അതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിൽ അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറയുന്നത്. അവിടെയാണ് അവന്റെ ആത്മാവ് ചൈതന്യവത്താകുന്നത്. ആ ആത്മാവിനാണ് ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ പ്രധാനമായ വശം. എന്നിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത്, സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുളഅ. എന്നിട്ട് പറഞ്ഞു,
ഈ കളിമണ്ണിൽ പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു എന്നാണ്. അതൊക്കെ നല്ല പ്രയോഗമാണ് ഖുർആനിലെ. ഭദ്രമായ ഒരു സ്ഥാനം, അതിനെപ്പറ്റി ആധുനിക സയൻസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാതാവിന്റെ വയറ്, ഉദരം, ഉദരഭിത്തി, ഗർഭപാത്രഭിത്തി, ആംനിയോ കൊറിയോൺ പാട, ഈ 3 ഇരുട്ടറകൾക്കുള്ളിലായി ഭദ്രമായിട്ടാണ് പടച്ചതമ്പുരാൻ ഒരു ഭ്രൂണത്തെ കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹു ഇതിനെ സംവിധാനിക്കുന്നത്. ഖലഖം മിൻ ബാരി ഖൽഖിൻ ദുലുമാതിൻ ഫീ സലാസിൻ ദാലികും അല്ലാഹു റബ്ബുക്കും. അല്ലാഹു പറയാ, 3 ഇരുട്ടറകൾക്കുള്ളിലായി ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിന്നെ വളർത്തി. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 6-ാമത്തെ വചനമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് 3 ഇരുട്ടറകൾക്കുള്ളിൽ നിന്നെ കൊണ്ടുപോയി വെച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. 14ാം നൂറ്റാണ്ട് മുമ്പ് 3 ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യനെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ടോ അങ്ങനെ നല്ല സൃഷ്ടിയായി നാം അവനെ സൃഷ്ടിച്ചു. ഫതബാറകല്ലാഹു ഹുസ്നുൽ ഖാലിഖീൻ. അള്ളാഹിനെ പോലെ അനുഗ്രഹപൂർണനായ ഒരു സൃഷ്ടാവ്, ഒരു ഡിസൈനർ ആരാണുള്ളത് എന്നാണ്. അള്ളാഹുവിനെ പോലെ മഹാനായ ഡിസൈനർ ലോകത്ത് വേറെ ആരാളുള്ളത്? ഒരു പൂമ്പാറ്റനെ കണ്ടാൽ മതി. അള്ളാഹുവിന്റെ ഡിസൈനിങ് അത് അപാരമാണ്. മുഖ്തലിഫൻ അൽവാനുഹ, വിവിധങ്ങളായ നിറങ്ങളും വർണ്ണങ്ങളും വർണ്ണരാജികളും അത്ഭുതകരമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വൈഭവം. അതെല്ലാം ചെയ്ത പടച്ചതമ്പുരാൻ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നെ നിങ്ങൾ എന്താവുന്നു? നിങ്ങൾ മയ്യത്തായി പോകുന്നു, നിങ്ങൾ മരിച്ചു പോകുന്നു. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ തുടക്കം. ഇങ്ങനെയാണ് മനുഷ്യന്റെ തുടക്കം. ഒരു ഗർഭപാത്രത്തിൽ വളർന്ന് പൂർണ്ണ വളർച്ചയിൽ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞ വാചകമാണ്. എവിടെ? ഖുർആനിലെ 16-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 78-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു പറയുന്നത് എന്തറിയോ? ഒന്നും അറിയാത്തവനായിട്ട് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു വന്നത് ഒന്നും അറിയാത്തവനായിട്ടാണ്. സത്യം, മനുഷ്യൻ ഒന്നും അറിയാത്തവനായിട്ടാണ്. കൈകാലുകൾ ഇട്ടടിച്ച് കരയാനല്ലാതെ വേറൊരു ജീവവർഗവും അങ്ങനെയില്ല. വേറെ ഏത് ജീവവർഗവും ജനിച്ച് തൊട്ടടുത്ത സമയത്തിനുള്ളിൽ സ്വയം പര്യാപ്തത നേടും. ഏത് ദുർബല ജീവിയും 2 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം കഴിഞ്ഞാലും 4 കൊല്ലം കഴിഞ്ഞാലും 15 വയസ്സുവരെ അവൻ സ്വയം പര്യാപ്തനാവുന്നില്ല. ഇത്ര ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം കൊണ്ട് സ്വയം പര്യാപ്തത നേടുന്ന ഏകജീവി മനുഷ്യനേ ഉള്ളൂ. ഒരു സൃഷ്ടിയുടെയും ഒരു ജീവവർഗത്തിന്റെയും കുഞ്ഞിനെ നിങ്ങൾ വെള്ളത്തിൽ പിടിച്ചിട്ട് നോക്കൂ, അവൻ നീന്തി കരക്ക് പോരും. ഏത് ജീവവർഗവും, ബീവർ, ഏത് ജീവും. അതാണ് അള്ളാഹു മൂസാ നബിയോട് ഫിറൗൻ ചോദിച്ചല്ലോ, മൂസ ഫമൻ റബ്ബുക്കുമായ മൂസ. അല്ല മൂസ, നീ വലിയ പടച്ചോനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ആരാ മൂസ ഈ റബ്ബ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവവർഗത്തിന് ആവശ്യമായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് എൻ്റെ റബ്ബ് എന്ന് 20-ാം അധ്യായം സൂറത്തു ത്വാഹ 49-50 സൂക്തങ്ങളിൽ പടച്ചതമ്പുരാൻ നമ്മെ പഠിപ്പിക്കാൻ. അങ്ങനെ എല്ലാ ജീവവർഗത്തിനും ഒരു കോഴി കുഞ്ഞാവട്ടെ 20 മുട്ട വെച്ച് വിരിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാതാവിന്റെ പിന്നാലെ ചെന്ന് സ്വയം പര്യാപ്തപ്പെടും. മനുഷ്യനോ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്, കരയിച്ചുകൊണ്ടാണ് അവൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. അല്ലേ? കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു നാം, കരയിച്ചുകൊണ്ടേ അല്ലേ ഈ ലോകത്തുനിന്ന് വിട പറയും. ഒരു കവി അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മനുഷ്യ, നീ ജനിക്കുന്നത്, നിന്റെ ജന്മം, നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചപ്പോ നിന്റെ ചുറ്റിലും ഇരുന്ന് ആളുകൾ ചിരിക്കുകയായിരുന്നു, അന്ന് നീ കരയുകയായിരുന്നു. കണ്ടോ? അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ വന്നത്. നിന്റെ ചുറ്റിലുമുള്ള ആളുകൾ ചിരിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു മകൾക്ക് എന്നറിയുമ്പോ ഉമ്മ ചിരിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. എന്നിട്ട് കവി പറയാണെന്ത്? അങ്ങനെ അങ്ങനെയുള്ള നീ മരിക്കുമ്പോ നീ ചിരിക്കണം, നിന്റെ ചുറ്റിലുമുള്ളവരെ നിനക്ക് കരയിപ്പിക്കാൻ കഴിയണം. കണ്ടോ?
നീ മരിക്കുമ്പോൾ നീ എന്ത് വേണം? നിനക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. അതിന് ദുനിയാവിൽ എന്തൊക്കെയോ സമ്പാദിക്കേണ്ടതുണ്ട് എന്നാണ് ആ കവിവചനത്തിൽ പറയും, അല്ലേ? ഇനി നമ്മൾ തന്നെ മനുഷ്യനെ എത്ര പെട്ടെന്നാണ് പൊടുന്നനെയാണ് ആളുകൾ മരിക്കുക എന്ന് പറയാൻ കഴിയോ? ആർക്കാണ് പെട്ടെന്ന് രോഗം വരിക എന്ന് പറയാൻ കഴിയോ? ആരുടെ സൗന്ദര്യമാണ് നശിക്കുക എന്ന് പറയാൻ കഴിയോ? സൗന്ദര്യ എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടി ഉണ്ടായിരുന്നു അത്രേ. ഫ്ലൈറ്റ് കത്തിയിട്ടാണ് മരിച്ചത്. എന്നിട്ടോ അവരെ ശരീരം ബോഡി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി കാല് പിടിച്ചപ്പോൾ കാല് തുടയെന്ന് ഊരിപ്പോന്നു. അത് പാർട്സായിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ സൗന്ദര്യ എന്നുള്ള പേരിനൊന്നും ഒരർത്ഥമില്ല. അതാണ് സൗന്ദര്യത്തിൻ്റെ ഒക്കെ ഒരു മാനദണ്ഡം. അത് എളുപ്പത്തിൽ നശിച്ചുപോണാണ്. പക്ഷെ ഈ സൗന്ദര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആത്മപ്രധാനമായ മനുഷ്യനെ ഭൗതിക പ്രധാനമായി ഒന്നാക്കി മാറ്റി ആധുനിക സമൂഹം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒട്ടൊക്കെ മെച്ചപ്പെട്ടതാണ്, അല്ലേ? ഒട്ടൊക്കെ മെച്ചപ്പെട്ട വസ്ത്രമാണ്. നന്നായിട്ട് പിന്നെ അലക്കി അയൺ ചെയ്ത് മടക്കി വെച്ച് സുഗന്ധം പൂശി നമ്മൾ ധരിക്കും. എല്ലാ ദിവസവും നമ്മൾ പല്ല് തേക്കും, അല്ലേ? ഒരു ദിവസം പല്ല് തേക്കാതിരുന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥത, അപാരമായ ഒരു അസ്വസ്ഥത. അപ്പോൾ 5 നേരം പല്ല് തേക്കാൻ എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, റസൂലുള്ളാഹി പറയാ. അപ്പം നമ്മൾ 5 നേരം പല്ല് തേക്കും. പല്ല് തേക്കാതെ ഒരു പോത്തിനും അസ്വസ്ഥത തോന്നിയിട്ടില്ല, ഒരാനക്കും നായിക്കും അസ്വസ്ഥത തോന്നിയിട്ടില്ല. ഇന്ന് പല്ല് വെച്ചിട്ടില്ലല്ലോ എന്ന്, ഡാബർ ഉപയോഗിച്ച് പല്ല് വെച്ചിട്ടില്ലല്ലോ, നമ്പൂരിപ്പൊടി ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് ഒരു പോത്തിനും തോന്നിയിട്ടില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നവും അവരുടെ കൂടെ നിൽക്കുന്നവർക്കില്ല. പല്ല് വെച്ചിട്ടില്ലല്ലേ എന്നൊരു പോത്ത് മറ്റൊരു പോത്തിനോട് ചോദിക്കില്ല. നമ്മൾ ചോദിക്കും, ഈ കുറച്ചൊന്ന് വിട്ടുക്ക്, നീ കുറച്ചൊന്ന് വിട്ടുക്ക്. ഒന്നുമില്ല, എന്താണ് മുനിസിപ്പാലിറ്റി കക്കൂസ് മണക്കണെന്ന് വായ. അതെന്താ? ഒറ്റ ദിവസം പല്ല് വെക്കാതിരുന്നാൽ മതി. അത് 2ാം ദിവസത്തിലേക്ക് കടന്നാലോ പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് മനുഷ്യന്റെ പ്രത്യേകതയെ. മുടി നീട്ടി വളർത്തി അത് വെട്ടാതെ ജട പിടിച്ചു എണ്ണ തേക്കാതെ നടന്നാലോ ജന്തുവിനേക്കാൾ നികട്ടനാണവൻ, അല്ലേ? പന്നിയേക്കാൾ വളരെ മോശമായി തീരും മനുഷ്യൻ നഖം വെട്ടിയിട്ടില്ലെങ്കിൽ, കുളിച്ചിട്ടില്ലെങ്കിൽ, മീശ വെട്ടി ഒതുക്കണില്ലെങ്കിൽ, അല്ലേ? അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, കുളിക്കണില്ലെങ്കിൽ, അപ്പൊ മനുഷ്യൻ ഇതെല്ലാം ചെയ്യണം. അങ്ങനെ വൃത്തിയാകണം. കണ്ണാടിയുടെ മുമ്പിൽ എത്ര നിന്നൊരുങ്ങിയാലും നമ്മുടെ ആളുകൾക്ക് മതി വരില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ശരീരമാണോ നമ്മെ നാം ആക്കി തീർക്കുന്നത്? നമ്മെ നാം ആക്കി തീർക്കുന്നത് ഈ ശരീരമാണോ? നമ്മളൊരാളെ, ഗാന്ധിജിയെ സ്നേഹിച്ചത് സായിപ്പിനെ, യൂറോപ്യൻ സായിപ്പിനെ, കോട്ടും സൂട്ടുമുട്ട സായിപ്പിനെ നമ്മൾ സ്നേഹിക്കാത്തതും ഗാന്ധിജിയെ നമ്മൾ സ്നേഹിച്ചതും ശരീരത്തിന്റെ ഭംഗിയുണ്ടാ? അല്ല. അർദ്ധനഗ്നനായ ഗാന്ധിയെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കൊണ്ടാണ്, അല്ലേ? ജോർജ് ഡബ്ല്യു ബുഷ് ചൊർക്കനാ. ഇന്നും വേണേ പെണ്ണുങ്ങൾ ക്യൂ നിന്നോയും ചെയ്യും, അതിനൊന്നും കുഴപ്പമില്ല, വയസ്സ് 10-60 അല്ലേ? പക്ഷേ ജോർജ് ഡബ്ല്യു ബുഷിനെ പോലെ പിശാചിന്റെ രൂപമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ദുനിയാവിൽ? എന്താ കുഴപ്പം? അയാളെ നയിച്ചത് അയാളുടെ ആത്മാവാണ് അയാളെ മനുഷ്യനാക്കണത്. ജോർജ് ഡബ്ല്യു ബുഷ് നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഓന് മനസ്സില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അറിഞ്ഞോൻ ആത്മാവില്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? ജോർജ് ഡബ്ല്യു ബുഷ് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ക്ഷമിക്കൂല, ആണ് ഇതിന്റെ പോളിസി. അയാളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അത്ര കഠോരമായ തിന്മയാണ് അയാൾ ചെയ്ത്. പക്ഷെ അയാളിട്ട കോട്ടിന്റെ വില എത്രേ? അയാളിരിക്കുന്ന സ്ഥാനത്തിന്റെ വില എത്രേ? പക്ഷെ അയാൾക്ക് വല്ല മൂല്യമുണ്ടോ മനുഷ്യർക്കിടയിൽ? മനുഷ്യത്വം എന്നത് അളന്ന് തിട്ടപ്പെടുത്തുന്നവർക്കിടയിൽ ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന ആ നരഭോജിക്ക് വല്ല സ്ഥാനമുണ്ടോ? സായിബല്ലേ, സൗന്ദര്യല്ലേ? അതുകൊണ്ടെന്താണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവനിലെ ആത്മചൈതന്യമാണ്. നല്ല കോട്ടും സൂട്ടൂട്ട് ഒരാൾ വന്നു, നല്ല കോട്ടും സൂട്ടൂട്ട്, സ്വഭാവം വളരെ മോശ, എന്താ ചെയ്യാ? ഒരു ഡോക്ടർ, അതീവ സുന്ദരനായ ഒരു ഡോക്ടർ, രോഗികളോടൊക്കെ കടിച്ചു കീറിയാണ് സംസാരിക്കുന്നത്. വല്ല വിലയും നില ഉണ്ടാവും അയാൾക്ക്? ഉണ്ടാവോ? കല്യാണം കഴിക്കാം, വിവാഹം, എടി എങ്ങനെയുണ്ട്? തിരക്കിടില്ല, എന്റെ സങ്കല്പത്തിലെ ഭർത്താവിനെ എന്തേ നല്ല സുന്ദരനാണ്. ആന്തരികം എന്താ അറിഞ്ഞില്ല, പരിശോധിച്ചില്ല, അല്ലേ? കല്യാണ രംഗത്ത് ആളുകൾ പൊതുവെ അളക്കുന്ന മാനദണ്ഡം എന്താ? അത് റസൂൽ തന്നെ പറഞ്ഞു തന്നു. ഏത്? തുൻഖലു മറാത്തുലി അർബൈൻ. ഒരു സ്ത്രീ അവർ വിവാഹിതയാകും 4 കാര്യങ്ങൾ വെച്ചിട്ട്. ഒന്ന് അവളുടെ ജമാല്, ഭംഗി, അത് ആളുകൾ നോക്കുന്നത്. പിന്നെ അവളുടെ കുടുംബ മഹിമ, പിന്നെയോ അവളുടെ സമ്പത്ത്, പിന്നെ അവളുടെ മതം. ഫളുഫർ ബിദാത്തി ദീൻ, മതനിഷ്ഠ, മതബോധം ഉള്ള പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ, നിന്റെ കൈകൾ മണ്ണിൽ പുരളേണ്ടി വന്നാലും
ആളുകൾ എന്താ പൊതുവെ നോക്കുക? ചെല്ലും, എന്നിട്ട് അവളെ നോക്കും. തിരക്കില്ല. ഐശ്വര്യ റായിന്റെ കണ്ണ് അല്ലേ, സൗന്ദര്യയുടെ ചുണ്ട്, നല്ല നടത്തം, നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ലതാണ്, അങ്ങനെ കുറെ അഭിപ്രായങ്ങൾ. പിന്നെ മിക്കവാറും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ കാണാൻ പോകുന്നവന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. അവൻ്റെ കൂടുതൽ എങ്ങനെ ഉണ്ടടാ, തിരക്കില്ല, ജി വന്ന് നോക്കിയില്ലായിരുന്നു ഞാൻ കെട്ടുകയായിരുന്നു എന്ന്. എന്നിട്ട് ഓൻ്റെ അഭിപ്രായത്തിനൊത്താണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണതും ഒഴിവാക്കണം. 4-5 ആൾക്കാർ ചെറുപ്പക്കാർ ഒരാള് പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോവുക, അത് തന്നെ വലിയ തെറ്റാണ്, ഹറാമാണ്, ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. എന്നിട്ട് അവന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇത് കാണാൻ പോയ വിദ്വാന് പ്രത്യേകിച്ച് അഭിപ്രായം. അവർ 3 ആളും രൂപപ്പെടുത്തിയ അഭിപ്രായത്തിനനുസരിച്ച് ഓൻ പെണ്ണെട്ടി. എന്നിട്ട് ഇടക്കിടക്കൊക്കെ ഓൻ വരുമ്പോൾ ഓൻ്റെ മനസ്സിലെന്താ, ഈ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു, എനിക്ക് കേട്ടായിരുന്നു എന്നാ. മനസ്സിലായില്ലേ? ആ ഏർപ്പാടൊന്നും ഇസ്ലാമിൻ്റെ അല്ല, ഒക്കെ പാശ്ചാത്യ സംസ്കാരമാണ്. കല്യാണം കഴിക്കാൻ പോണവനാരാ, അവൻ ചെന്ന് കാണുക, അതാണ് അതിൻ്റെ ഒരു പോളിസി. അത്രയേ ഉള്ളൂ ഇസ്ലാമിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല, ഈ ആളുകളുടെ ഭൗതികമായ മാനദണ്ഡം നോക്കിയിട്ടാ കല്യാണം കഴിക്കുക. വന്നു കയറി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, പടച്ചോനെ എങ്ങനെ ഇതിനെ പൊറപ്പിക്കുക, എങ്ങനെ അതിനെ പൊറപ്പിക്കുക. ഞാനിന്ന് വളരെ പ്രഗത്ഭനായ നമ്മുടെ സമൂഹത്തിലൊക്കെ അറിയപ്പെട്ട ഒരാളെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പല വിഷയങ്ങളിങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ പറ്റി പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ കൊതിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോൾ നല്ല പെരുമാറ്റം, മാതാവിനോട് നല്ല പെരുമാറ്റം, പിതാവിനോട് നല്ല പെരുമാറ്റം, ഭർത്താവിനോട് നല്ല പെരുമാറ്റം, ഇല്ല. എന്താ അവിടുത്തെ മാനദണ്ഡം? അപ്പൊ അവരെ ഇഷ്ടപ്പെടാൻ, ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? അവരുടെ പെരുമാറ്റമാണ്, സ്വഭാവമാണ്. എത്ര വൈരൂപിയാണെങ്കിലും അല്ലേ, ഖദീജ ബീവി എത്ര പഴയ സ്ത്രീയാണ്, എന്നിട്ട് റസൂലെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. എന്താ? ആകാരഭംഗിയല്ല, സൗന്ദര്യമല്ല, പിന്നെയോ ജീവിത വിശുദ്ധി. ജമ്മിലുനിയ ഖദീജ എന്ന് പറയേണ്ട താമസം പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു അല്ലേ. ബിലാലിന്റെ ഹൃദയം അത് ശുഭ്രമായിരുന്നു, വെളുത്തതായിരുന്നു അല്ലേ. ബിലാൽ സുന്ദരനായിരുന്നില്ല. ഇവരെയൊക്കെ നബി സ്നേഹിച്ചു. എന്താ? അവരെയൊക്കെ മൂല്യവത്താക്കിയത് അവരുടെ സംസ്കാരമാണ്. ഒരാള് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അയൽവാസി സാധുവാണ്, പാവപ്പെട്ട മനുഷ്യനാണ്, പക്ഷെ നല്ല പെരുമാറ്റം, നല്ല അടക്കം, നല്ല ഒതുക്കം, വീട്ടിലൊക്കെ വന്നാൽ ഇരിക്കേണ്ടിടത്തിരിക്കും, അങ്ങനെ സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കും. വേറൊരാള് നാട്ടിലെ പ്രമുഖനാണ്, പക്ഷെ അയാൾക്ക് സംസാരിക്കാറിയില്ല. ഈ മനുഷ്യരെ വിലയിരുത്തുന്നത് അവരുടെ ഭൗതിക ശരീരം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല. ഇനി നമ്മുടെ വീട് വൃത്തിയാകും, നല്ല പെയിന്റ് അടിക്കും, പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയാണ്, നമ്മുടെ വാഹനങ്ങൾ വൃത്തിയാണ്, നമ്മുടെ ഓഫീസുകൾ വളരെ വൃത്തിയാണ്. പക്ഷേ ഈ വൃത്തിയാക്കുന്നവരൊക്കെയും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എന്താ? എൻ്റെ ഇന്നലകളിലെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നന്നാവേണ്ടതുണ്ടോ? എൻ്റെ മനസ്സ് നന്നാവേണ്ടതുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഇന്നലെ വരെ തോന്നിയ അസൂയക്ക് ഇന്ന് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. മനസ്സ് മലീമസമാകുന്നു, അതിന് ആളുകളെ പ്രധാനം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅൽഹമഹാ ഫുജൂറഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ അതിനെ ശരിപ്പെടുത്തിയ വ്യവസ്ഥ തന്നെയാണ് സത്യം. ആരതിന് ഫുജൂറും തഖ്വയും നൽകി? മനുഷ്യന്റെ മനസ്സിന് സൂക്ഷ്മതയും തഖ്വയും അതോടൊപ്പം അധമത്ത സ്വഭാവവും രണ്ടും അത് നൽകി. അതിൽ അധമത്ത വികാരത്തെ ഇല്ലായ്മ ചെയ്ത് പിന്നെ സ്വത്വബോധത്തെ തിരിച്ചറിഞ്ഞ് സംസ്കാരത്തെ